എന്റെ ഒരു സംശയം, മുകേഷ് കോടതിയിൽ ചില തെളിവുകളൊക്കെ കൊടുത്തിരുന്നു. നിങ്ങൾ തമ്മിൽ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നു? ഒന്ന് നിക്ക, ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ, ഇനി മുട്ടിക്കോളൂ. വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ 2009 വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിട്ടില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. 2009 വാട്സപ്പ് ചാറ്റില്ല, കാര്യം വാട്സപ്പ് ഇല്ലല്ലോ. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നുമല്ല, ഇതിപ്പോ കണ്ടോ, നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ചിരിച്ച് ചാവും. 2012 ഞാൻ പുള്ളിക്കാരൻ, കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. എന്നെ ഉപദ്രവിച്ചത് തന്നെ, എന്നെ പീഡിപ്പിച്ചത് തന്നെ ഓർമ്മയുണ്ടോ? അത് ഞാൻ അയച്ചിട്ടുണ്ട്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഞാനിങ്ങ് വന്നപ്പോഴത്തേക്ക് ഇവന്റെ കണ്ണൊക്കെ ഇങ്ങനെ എന്റെ കസിന് ഞാനെന്നുള്ള രീതിയിൽ എന്റെ ഫോണിൽ നിന്ന് ഇവൻ അയച്ചു. ശരി, ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. 2022 മിനുവിന്റെ ഫോണിൽ നിന്ന് മിനു അറിയാതെ മിനു ഉള്ള ഒരു ദിവസം കസിനോട് ഈ കാര്യം പറഞ്ഞപ്പോ കസിൻ മിനു എന്ന വ്യാജേന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിനകത്ത് പൈസ ആവശ്യപ്പെട്ടിരുന്നു. ഇവനിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവനിങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അതിന്റെ താഴെ എന്റെ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ താഴെ 1 lakh. മിനുവിന്റെ അക്കൗണ്ട് നമ്പർ കസിൻ മെസ്സേജ് എന്റെ ഫോണിൽ മിനുവിന്റെ അക്കൗണ്ട് നമ്പർ കസിൻ അറിയാമായിരുന്നോ? അദ്ദേഹം ആ അക്കൗണ്ട് നമ്പർ എടുക്കണം, ആ അക്കൗണ്ട് നമ്പർ നമ്മുടെ മുകേഷിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കണം. അതങ്ങനെ കസിൻ ചെയ്തൊരു ചെയ്ത്താണ്. അതാണ് ശരിക്കും ഇപ്പൊ പാരയായതല്ലേ മിനു? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പാരയല്ല, അത് അനുഗ്രഹമായി. ഞാനത് കാണാതിരുന്ന നന്നായി. ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുക്കത്തില്ലേ? ജീവിതത്തിലെ വലിയൊരു തത്വം അപ്പച്ചനിപ്പോ പറഞ്ഞത്. ഒന്ന് അനുഗ്രഹിച്ചു. ന്യൂ ഇയറിൽ വാട്സപ്പ് ചാറ്റ് അയച്ചിരുന്നു? സംസാരിച്ചിട്ടില്ല. സംസാരിച്ചിട്ട് ഞാൻ വിദ്യാലയ കോളിൽ ഞാൻ ഒറ്റ പ്രാവശ്യം ഓർമ്മയുള്ളൂ. അവിടുന്ന് പോകുന്നതിന് ഈ പീഡനം നടന്നതിന് ശേഷം സംസാരിച്ചത് മോളുടെ ഫീസിന്റെ കാര്യം മാത്രം. ഇന്നലെ വരെ നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞു. എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്കം തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്ത് നോക്കിയേ. അതോ ഒരു ന്യൂ ഇയറിന് ഞാൻ അയച്ചു എന്ന് പറഞ്ഞില്ലേ, ഒരു പക്ഷെ ഞാൻ സെൻഡ് ചെയ്തിരിക്കാം. കാരണം എനിക്ക് ഇയാളെ ഐ വാണ്ട് ടു റിമൈൻഡ് ഹിം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. വാട്സപ്പ് ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി മിനു സംസാരിച്ച 1-2 വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടല്ലോ മുകേഷുമായിട്ട്. വളരെ ഇന്റിമേറ്റ് ആയ മെസ്സേജ് അയച്ചിരുന്നു അല്ലേ? ഒരാളാണ് എന്റെ മനസ്സിന് ഇന്നും വേദന. വളരെ ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു സുഹൃത്തുക്കൾക്കപ്പുറം. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു പോയില്ലേ. ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒന്നുമുണ്ട്. അത് കാണിക്കട്ടെ. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇന്റിമേറ്റ് ആയിട്ട് അങ്ങനെ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. ഉദാഹരണത്തിന് ഒരു സ്മൈലി, ചുംബനത്തിന്റെ ഒരു സ്മൈലി, അതൊന്നും അയച്ചിട്ടില്ല. ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഒരു സ്മൈലി ചുംബനത്തിന്റെ സ്മൈലിയും ഒരു സ്മൈലി ഹാർട്ടിന്റെ സ്മൈലിയും ആയിരുന്നു. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻഡ് ഹിം. അതാണ് മറക്കരുത്. അതായിരുന്നു എന്റെ ഇത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊന്നല്ലേ.